ഇൻസ്പെക്ടർ ഓഫ് ലെഗൽ മെട്രോളജി എന്ന എക്സാമിന് ഹെൽപ്ഫുൾ ആവുന്ന വൺ ലൈനർ സെൻറ്റൻസസ് അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ സബ്ജക്റ്റ് ബേസിക് ഓഫ് മെഷർമെന്റ് സിസ്റ്റം, അതിലെ ഫസ്റ്റ് ടോപ്പിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്സ്, റിഫ്ലക്ഷൻ ആൻഡ് നൾ ടൈപ്പ്. അപ്പോൾ ഇതിൽ ക്വിക്ക് റിവിഷൻ നടത്തുമ്പോൾ അപ്പം റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് പോയിന്റ് റിഫ്ലക്ഷൻ, അതായത് അമ്മീറ്റർ, വോൾട്ട്മീറ്റർ, ഗാൽവനോമീറ്റർ പോലുള്ള ഇൻസ്ട്രുമെന്റ്സ്, അതുമായി ബന്ധപ്പെട്ടാണ് ഡിഫ്ലക്ഷൻ ടൈപ്പ്. ടൈപ്പ് പറയുന്നത് ഈ പൊട്ടാഷ്യോമീറ്റർ, ബ്രിഡ്ജ് സർക്യൂട്ട്, വീൻസ് ബ്രിഡ്ജ് പോലുള്ള പ്രിസിഷൻ ടൈപ്പ് വരും. അപ്പം മെഷർഡ് ബൈ പോയിന്റ് റിഫ്ലക്ഷൻ, ഇവിടെ ബാലൻസ്, മെഷർമെന്റ് ബൈ ബാലൻസ്. റീഡിങ് ഇത് ഡയറക്റ്റ് റീഡിംഗ് ആണ്, ഇത് ഇൻഡയറക്റ്റ് ആണ്. അക്യൂറസി മോഡറേറ്റ് ആയിരിക്കും, ഇവിടെ വെരി ഹൈ ആയിരിക്കും, കാരണം നൾ ടൈപ്പ് ആണ്. സെൻസിറ്റിവിറ്റി ലോ, ഇറ്റ് ഇസ് ഹയർ, സ്പീഡ് ഫാസ്റ്റർ ആണ്, സ്ലോവർ. ഇവിടെ പവർ, ഇവിടെ ഹൈ പവർ ആവശ്യമുണ്ടാവും, ഇവിടെ ലോ പവർ ആയിരിക്കും. ഇവിടെ കാലിബ്രേഷൻ ആവശ്യമുണ്ട്, ഡിഫ്ലക്ഷനിൽ കാലിബ്രേഷൻ ആവശ്യമുണ്ട്. എന്നാൽ നൾ ടൈപ്പിൽ ഡിറ്റക്ടർ കാലിബ്രേഷന് ആവശ്യമില്ല. എക്സാമ്പിൾസ് ആണ് ഇത്: ഡിഫ്ലക്ഷൻ, അമ്മീറ്റർ, വോൾട്ട്മീറ്റർ, വാട്ട്മീറ്റർ. ഇതിൽ നോക്കുമ്പോൾ പൊട്ടൻഷ്യോമീറ്റർ, ബ്രിഡ്ജ് സർക്യൂട്ട്സ് ഒക്കെ. ഓക്കെ, ഇത് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് നോർമലി പെട്ടെന്ന് റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡിഫ്ലക്ഷൻ യൂസ് ചെയ്യുന്നത്. ഇത് പ്രിസിഷൻ മെഷർമെന്റ്, കുറച്ച് ടൈം എടുക്കും. ഇതിന് ടൈം അധികം കൺസ്യൂം ചെയ്യില്ല, നോട്ട് ടൈം കൺസപ്ഷൻ അധികം എടുക്കുന്നില്ല. എന്നാൽ ഇവിടെ എന്ത് ചെയ്യും, ഹൈ ടൈം അധികമായിട്ട് കൺസ്യൂം ചെയ്യും. ഇമ്പോർട്ടൻറ്റ് വൺ ലൈനേഴ്സ് നോക്കാം. റിഫ്ലക്ഷൻ ഇൻസ്ട്രുമെന്റ്സ് ഇൻഡിക്കേറ്റ് വാല്യൂ ബൈ പോയിന്റ് മൂവ്മെന്റ്. ഓക്കെ, അതൊന്ന് പറഞ്ഞു. Null type of work on the comparison principle. Null type always seek zero deflection. Okay. Histometry, അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. PMMC അമ്മീറ്റർ. ഇത് ഏത് ഇൻസ്ട്രുമെന്റ് ആണ് ഒരു പക്ഷേ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ഡിഫ്ലക്ഷൻ ടൈപ്പ് ആണ്. നൾ ഇൻസ്ട്രുമെന്റ്സ് ഹാവ് ഹയർ അക്യുറസി പറഞ്ഞു. ഡിഫ്ലക്ഷൻ ഇൻസ്ട്രുമെന്റ്സ് ഹാവ് ഫാസ്റ്റർ റെസ്പോൺസ്. Null instruments are generally more sensitive. Okay. Reflection instruments are suitable for continuous measurement. Okay. കാരണം എന്താ, പെട്ടെന്ന് റെസ്പോൺസ് കിട്ടും. നോക്കാം, ജസ്റ്റ് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. അല്ല, വൺ ലൈനർ ടൈപ്പ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് റിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്? Instrument in which measured quantity is taken from the point reflection. What is null type? Say which measured quantity is taken by reading zero. Which instrument give direct reading as reflection? ഇത് ഇൻഡയറക്റ്റ്, ഇത് അക്യൂറേറ്റ് നൾ ടൈപ്പാണ്. പിന്നെ സെൻസിറ്റീവും തന്നെ ടൈപ്പാണ്. ടൈപ്പ് ഹാസ് ഫാസ്റ്റർ റിഫ്ലക്ഷൻ. ടൈപ്പ് ഈസ് ഫോർ ദ പ്രിസിഷൻ മെഷർമെന്റ്. ഓക്കെ, ഇതിന്റെ പ്രീവിയസ് എക്സാം ടൈപ്പ് MCQs നോക്കാം. Which instrument is most accurate? ഇതിന്റെ പ്രീവിയസ് എക്സാം ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നോക്കാം. Which instrument is most accurate? ഇത് പൊട്ടാഷ്യോമീറ്റർ. കാരണം എന്താ, പൊട്ടാഷ്യോമീറ്റർ എന്നാൽ നൾ ടൈപ്പ് ആണ്. നൾ ടൈപ്പ് എല്ലാം എന്താണ്, നൾ ടൈപ്പുള്ള എല്ലാ മെഷറിംഗ് സിസ്റ്റംസും മോസ്റ്റ് അക്യൂറേറ്റ് ആയിരിക്കും ഇതിന് ഡിഫ്ലക്ഷൻ ആയിട്ടുള്ള. അപ്പോൾ സ്വാഭാവികമായിട്ട് പൊട്ടാഷ്യോമീറ്റർ. EMC മീറ്റർ, MI, അമ്മീറ്റർ, വോൾട്ട്മീറ്റർ, ഗാൽവനോമീറ്റർ ഒക്കെ റിഫ്ലക്ഷൻ ടൈപ്പാണ്. സോ വീസ്റ്റോൺ ബ്രിഡ്ജ് ഏതാ, നൾ ടൈപ്പ്. വിച്ച് ഇൻസ്ട്രുമെന്റ് വർക്ക് ഓൺ ദ കമ്പാരിസൺ പ്രിൻസിപ്പിൾ? കമ്പാരിസൺ പ്രിൻസിപ്പിൾ പറയുന്നത് നമ്മുടെ ഈ നൾ ടൈപ്പുമായി ബന്ധപ്പെട്ടാണ്. കമ്പാരിസൺ പ്രിൻസിപ്പിൾ നൾ ടൈപ്പ്. സോ എന്ത് നൾ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ഏതാണെന്നാണ് ചോദിച്ചത്. വിച്ച് ഇൻസ്ട്രുമെന്റ് വർക്ക് ഓൺ ദ കമ്പാരിസൺ പ്രിൻസിപ്പിൾ? അത് പൊട്ടൻഷ്യോമീറ്റർ. ബാക്കി എല്ലാം ഡിഫ്ലക്ഷൻ. ഡിഫറെന്റ് ടൈപ്പ് instruments are generally faster. Null instruments indicate the zero deflection, which require the balance. Potentiometer, right? Higher sensitivity is a feature of null instrument. Which is unsuitable for continuous indication. Potentiometer, unsuitable for continuous indication. Which instrument measure the unknown quantity by comparison with a non-standard null instrument? Statement is correct. Null instruments are more
ഡിഫ്ലക്ഷൻ ഇൻസ്ട്രുമെന്റ്സ് ആർ മോർ അക്യൂറേറ്റ്. തെറ്റാണ്. മോർ അക്യൂറേറ്റ് അല്ല, അത് പെട്ടെന്ന് റീഡിങ് കിട്ടും, പക്ഷേ മോർ അക്യൂറേറ്റ് അല്ല. നൾ ഇൻസ്ട്രുമെന്റ്സ് ആർ ഫാസ്റ്റർ അല്ല. നൾ ഇൻസ്ട്രുമെന്റ്സ് ആർ മോർ അക്യൂറേറ്റ് ബട്ട് സ്ലോവർ. കറക്റ്റ് ആണ്. ജസ്റ്റ് ക്വിക്ക് ഫാക്ട് നോക്കാം. ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ പോയിന്റ് മൂവ് ആണ്, ഡയറക്റ്റ് റീഡിംഗ് ആണ്. നൾ അറിയുമ്പോൾ 0 ഇൻഡിക്കേഷൻ. കമ്പാരിസൺ വിത്ത് സ്റ്റാൻഡേർഡ് ഹൈ അക്യൂറസി എന്ന നൾ ഇൻസ്ട്രുമെന്റ്, ഹൈ സ്പീഡ് ഡിഫ്ലക്ഷനിൽ സെൻസിറ്റീവ് നള്ള്. വോർട്ടറി ആണെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ, ലബോറട്ടറി ഇൻസ്ട്രുമെന്റ് പൊട്ടൻഷ്യോമീറ്റർ. അടുത്ത പാർട്ട് അടുത്ത വീഡിയോ ചെയ്യാം. ഓക്കെ.